ISL ഇനി അധിക നാളുണ്ടാവില്ലെന്ന സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ഖത്തറിലെ മാധ്യമപ്രവർത്തകൻ. ഖത്തർ റേഡിയോയുടെ സ്പോർട്സ് റൈറ്ററും അനലിസ്റ്റുമായ മുഹമ്മദ് അമിനാണ് ISL അവസാനിക്കാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയത്. ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് കമ്പനി എന്ന റിലയൻസിന്റെ കീഴിലുള്ള ഗ്രൂപ്പാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തുന്നത്. ഈ കമ്പനിയും AFFും തമ്മിൽ 15 വർഷത്തെ കരാറാണുള്ളത്. എന്നാൽ കരാർ കാലാവധി കഴിഞ്ഞാൽ AFFും ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റും കരാർ പുതുക്കാനുള്ള സാധ്യതകളില്ലെന്ന് മുഹമ്മദ് അമീൻ ചൂണ്ടിക്കാട്ടുന്നു. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കാരണം. ഓരോ സീസണിലും ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാവുന്നത്. മുഹമ്മദ് അമിന്റെ റിപ്പോർട്ട് പ്രകാരം 2020-21 സീസണിൽ 13 കോടിയും 2021-22 സീസണിൽ 46 കോടിയും 2022-23 സീസണിൽ 27 കോടിയുമാണ് FSDLന്റെ നഷ്ടം. ഈ നഷ്ടം തുടർന്നു പോയാൽ FSDL അവരുടെ കരാർ പുതുക്കാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ AFF ഒറ്റയ്ക്ക് ISL നടത്തേണ്ടി വരും. നിലവിലെ IFF പൂർണ്ണമായും നടത്തുന്നത് I ലീഗാണ്. I ലീഗ് തന്നെ അടുത്ത വർഷം ചെലവ് ചുരുക്കി നടത്താനുള്ള മാർഗം കണ്ടെത്തുകയാണ് AIFF. അങ്ങനെയുള്ള ഇന്ത്യൻ ഫുട്ബോൾ തലവന്മാർക്ക് ISL എങ്ങനെ നടത്താനാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. പല ക്ലബ്ബുകളും ISLൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ISL ഇനി തുടർന്നു പോകാനുള്ള സാധ്യതകളില്ലെന്നാണ് മുഹമ്മദ് അമിന്റെ അപ്ഡേറ്റ്.